ഹായ്, സിന്ധു സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചോറിന് പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും എന്നും രാവിലെ ഉള്ളൊരു ചിന്തയാണ് ഇന്ന് ചോറിന് എന്താണ് ഒഴിച്ചുകറി ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയാണ്. എന്നും ഒരേപോലെയുള്ള കറി ഉണ്ടാക്കി ഒരു രസമില്ലല്ലോ. അപ്പം ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും പോകുന്നുള്ളൂ. നമുക്കിന്ന് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു അര ഗ്ലാസ് ഞാൻ മൈസൂർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വേവ് അല്പം കുറവാണ്. വേവ് കുറവായതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് അര ഗ്ലാസ് മൈസൂർ പരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഒരു 2 ഉരുളക്കിഴങ്ങ് ഈ രീതിയിൽ കട്ട് ചെയ്തത്. ഈ രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിതാ ഒരു സവോള എടുത്തിട്ടുണ്ട്. അതും നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ചെറിയുള്ളി വേണേലും ചേർക്കാം കേട്ടോ. അപ്പം കുറച്ച് സവോളയും കുറച്ച് ചെറിയുള്ളി ആയിട്ടും ചേർക്കാം. പിന്നെ നമുക്ക് മുരിങ്ങയ്ക്ക് ഇതുപോലെ നെടുവേ ഒന്ന് പകുതി ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എരിവിനനുസരിച്ച്. പിന്നെ ഒരു ചെറിയ പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിനൊരു അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു 7 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു 7 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2ആയിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് പരിപ്പ് കഴുകി നമുക്കിതിലേക്ക് ഇടാം. നമുക്ക് ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇതിലൂടെ ചേർക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരടുപ്പിൽ നമ്മൾ വെജിറ്റബിൾസ് വേവാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. അപ്പം ഇതിങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളകിനും മല്ലിക്കും പകരം നമുക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. അത് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് 2 മിനിറ്റ് മുമ്പ് അത് മുളക് പൊടി ഇപ്പോൾ ഈ ഒരു കണക്കിന് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് തണുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മൈസൂർ പരിപ്പ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന തൂരപ്പരിപ്പായിരുന്നാലും മതി. അത് ഒന്ന് വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുകയാണ് കേട്ടോ.
പരിപ്പ് അധികം വെന്ത് ഉടഞ്ഞു പോകരുത്. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. അപ്പം നമുക്കിത് ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ലേശം കൂടെ ഒന്ന് നീട്ടിയെടുക്കാം. ഞാൻ ചൂടുവെള്ളം ആട്ടോ ഇതിനകത്തിലേക്ക് ഒഴിച്ചത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി അധികം ആവരുത്. ഒരു ടേസ്റ്റ്, പുളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള പുളിയെ നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. ആവശ്യത്തിനുള്ള പുളി, ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച്, ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി എല്ലാം ചേർത്തിട്ടുണ്ട്. പുളി കൂടുതൽ ചേർക്കല്ലോ കേട്ടോ. ഒരു ആവശ്യത്തിനുള്ള വന്നിട്ടുണ്ട്, അത് മാത്രമേ ചേർക്കുള്ളൂ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം. അപ്പം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു ലൂസിൽ വേണം ഇരിക്കാൻ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് ഒന്ന് കുറുകും. അപ്പം അതിനനുസരിച്ചുള്ളൊരു ലൂസിൽ ആക്കിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് കടുക് വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിട്ടു. കടുക് വറുത്തിടുമ്പോൾ നമ്മൾ ഉള്ളി ചേർത്ത് കടുക് വറുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഉള്ളി ചേർക്കാതെ കടുക് വറുക്കുമല്ലോ. ഉള്ളി ചേർത്ത് കടുക് വറുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക കിഴങ്ങ് പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് പറ്റിയ നല്ല ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.